അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജലീലാസ് വേൾഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ വെണ്ടക്കായ കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ വെണ്ടക്കായ കൊണ്ട് വെണ്ടക്ക തീയൽ, അതുപോലെ തന്നെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി അതൊക്കെയല്ലേ ഉണ്ടാക്കുക. പക്ഷേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ഒരിക്കലും നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ച വെണ്ടക്കായിൽ അതിൻ്റെ ടിപ്സ് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പിച്ചാത്തി കൊണ്ട് എല്ലാ സൈഡും ഒന്ന് വരഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വെണ്ടക്കായ ചൂസ് ചെയ്യുമ്പോൾ നല്ല ഇളന്ന സോഫ്റ്റ് ആയിട്ടുള്ള വെണ്ടക്കായ വേണം കേട്ടോ നോക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ കത്തി കൊണ്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം, കൈമുറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചു പിടിച്ചിട്ടല്ലേ ചെയ്യുക. അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ ഒരു ഫിംഗർ ഓൾറെഡി കട്ടായിട്ടിരിപ്പുണ്ട്. പക്ഷേ അത് ടൊമാറ്റോ കട്ട് ചെയ്തപ്പോൾ ഞാൻ എവിടെയോ ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്തപ്പോൾ അങ്ങനെ മുറിഞ്ഞതാട്ടോ. പിന്നെ അതുപോലെ തന്നെ വെണ്ടക്കായ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ മൂത്ത വെണ്ടയ്ക്കാണോ എന്ന് അറിയാനായിട്ട് നമ്മൾക്ക് അതിൻ്റെ ടിപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും മാർക്കറ്റിൽ. ഗുജറാത്തീസൊക്കെ ഇല്ലേ, അതിൻ്റെ ടെയിലില്ലേ വാലുഭാഗം ഇങ്ങനെ ഒടിച്ച് നോക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞ് കിട്ടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സോഫ്റ്റ് ആണെന്നാണ് അർത്ഥം. അല്ലാതെ തന്നെ നമുക്ക് എടുക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പാകമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഏത് എണ്ണയായാലും മതി, ഒന്നുകിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതായാലും മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് വെണ്ടയ്ക്കായ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഓരോന്ന് കുറച്ച് കുറച്ചായിട്ട് ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല, എല്ലാം ഒന്നിച്ചിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാം. അതുപോലെ തന്നെ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും എണ്ണയെല്ലാം വെണ്ടക്കായലെല്ലാം ഒന്ന് കോട്ടായിട്ട് വരില്ലേ. അപ്പോൾ ആ ഒരു കോട്ടിങ്ങിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എല്ലാ വശവും ഒന്ന് ഫ്രൈ ആക്കി ഒരേപോലെ ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, എല്ലാ വശവും നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് എരിവുള്ള മുളക് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല, എരിവില്ലാത്തതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇനി നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ്, കറിയിൽ നമ്മൾ പിന്നീട് മസാലയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പിന്നീട് ചേർക്കുക. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ പൊടികളെല്ലാം ചേർത്തിട്ട് അതിൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറില്ലേ, അപ്പോൾ അതുവരെ എന്താ പറയുക ഒരു 2 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് യോഗർട്ടിൻ്റെ കൂടില്ലേ അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെണ്ടക്ക മസാലയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പാനിൽ നിന്ന് എന്താ പറയുക ഫ്രൈ ചെയ്ത് വെണ്ടക്ക മാറ്റി വയ്ക്കുക. എന്നിട്ട് അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം അഥവാ ചെറിയ ജീരകമില്ലേ അത് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക്, എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ 3 or 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് അതൊക്കെ ചേർത്തിട്ട് പിന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണമില്ലേ, ആ പച്ചമണവും ടേസ്റ്റും ഒക്കെ ഒന്നും മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 2 വലിപ്പത്തിലുള്ള സവാള, അത് ചെറുതായിട്ട് അരിഞ്ഞത്, ചോപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തത് അതോടെ ചേർത്ത് കൊടുക്കുക. ഇനി ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇല്ലേ അത് സവാളയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ വശത്തും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലായിടത്തും ഒരുപോലെ എന്താ പറയുക ആയതിനു ശേഷം നമ്മൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർക്കുന്നത് ആദ്യം ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും കേട്ടോ. പെട്ടെന്ന് വഴന്ന് കിട്ടാനും സവാളയുടെ കളറ് പെട്ടെന്ന് മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് കളറൊക്കെ ഒന്ന് മാറി